കൂനം ALP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിൻ്റെയും സ്കൂൾ വാർഷിക പ്രവർത്തനങ്ങളുടെയും സമ്പൂർണ്ണ റിപ്പോർട്ട്. 1925 സ്ഥാപിതമായ കൂനം ALP സ്കൂൾ ആധുനിക കാലത്തിൻ്റെ അഭിരുചികൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ മുൻപന്തിയിലാണ്. അക്കാദമിക മികവിൻ്റെ നൂറുമേനി കൊയ്തുകൊണ്ട് അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നു. പരിസ്ഥിതി സൗഹൃദ ക്യാമ്പസ്, ബഹുനില കെട്ടിടങ്ങൾ, സ്കൂൾ വാഹനം എന്നിവ ഈ വിദ്യാലയത്തിൻ്റെ പ്രത്യേകതയാണ്. സർവരും പഠിക്കുക, സർവരും വളരുക എന്ന വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം സാർത്ഥകമാക്കുന്നതിൽ ഞങ്ങളുടെ പരിശ്രമം വളരെ വലുതാണ്. ഇനി ഈ വർഷത്തെ ചില ചുവടുകൾ മുന്നോട്ട് വയ്ക്കുകയാണ്. 2024-25 അധ്യയന വർഷം 3/6/2024 തിങ്കളാഴ്ച ആരംഭിച്ചു. ചെങ്കൽ ഓണേഴ്സ് അസോസിയേഷൻ കൂനം, സ്കൂൾ മാനേജർ, PTA എന്നിവരുടെ സഹകരണത്തോടെ നവാഗതർക്ക് സൗജന്യമായി ബാഗ്, യൂണിഫോം, തൊപ്പി എന്നിവ നൽകിക്കൊണ്ട് ഉത്സവാന്തരീക്ഷത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ശ്രീമതി VM വിമല ടീച്ചർ പ്രവേശനോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തു. LKG മുതൽ 5ാം ക്ലാസ് വരെ 300 വിദ്യാർത്ഥികൾ ഈ വിദ്യാലയത്തിൽ പഠനം നടത്തിവരുന്നു. സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ച പത്രങ്ങൾ ക്ലാസ്സിൽ പത്രവായനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. എന്നും രാവിലത്തെ പ്രാർത്ഥനയോടൊപ്പം പത്രപാരായണവും നടന്നുവരുന്നു. ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൽ പൊക്കുണ്ട്, ഗ്ലാസ്കോ ഹാർഡ്വെയർ, കുറുമാത്തൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നിവർ വൃക്ഷത്തൈ സമ്മാനിച്ചുകൊണ്ട് വിദ്യാലയത്തിലെ അതിഥികളായി എത്തി. പതിവ് അധ്യാപന പ്രക്രിയയോടൊപ്പം ദിനാചരണങ്ങളും പഠനസമയം നഷ്ടപ്പെടാത്ത രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ആസ്വാദ്യകരമാകുന്ന രീതിയിൽ നടപ്പിൽ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ജൂൺ 19 മുതൽ ഒരു മാസക്കാലം വായനാ മാസാചരണം നടന്നു. PN പണിക്കർ അനുസ്മരണം, സംഗീതശില്പം കൂനം ഗ്രാമീണ വായനശാലയും കൂനം ALP സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച അമ്മയും കുട്ടിയും ക്വിസ് മത്സരം, പുസ്തക പ്രദർശനം എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു. അമ്മയും കുട്ടിയും ക്വിസ് മത്സരം ഫൈനൽ റൗണ്ടിൽ വൃക്ഷത്തൈ സമ്മാനമായി നൽകിക്കൊണ്ട് കൂനം ഗ്രാമീണ വായനശാല വിജയികളെ പ്രോത്സാഹിപ്പിച്ചു. മത്സര പരീക്ഷകളെ കാര്യക്ഷമമായി നോക്കിക്കാണുന്ന നമ്മുടെ വിദ്യാലയം വർഷാരംഭത്തിൽ തന്നെ നൽകി വരുന്ന LSS പരിശീലനത്തിൽ വളരെയധികം ശ്രദ്ധ പതിപ്പിക്കുന്നു. 2023-24 അധ്യയന വർഷം LSS പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ 7 പേർ LSSന് അർഹരായി. നശ്വാ ഷെറിൻ M, ഋതിക PV, ദിയ ഗിരീഷ്, അവന്തിക R, നിള രഞ്ജിത്ത്, ഫാത്തിമ നസീമ, സൂര്യനന്ദ PP എന്നിവരാണ് വിജയികൾ. വായനാ ദിനം മുതൽ ആരംഭിച്ച മത്സര പരിപാടികൾക്ക് സമ്മാനങ്ങൾ നൽകി പ്രോത്സാഹിപ്പിച്ചു. വിവിധങ്ങളായ ക്വിസ് മത്സര പരിപാടികൾ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ സബ് ജില്ലാ തലത്തിൽ 1ാം സ്ഥാനത്തിന് അർഹരാക്കാൻ സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ട്. സബ് ജില്ലാതല കടങ്കഥ മത്സരത്തിൽ കാർത്തിക് TV, സബ് ജില്ലാതല സോഷ്യൽ സയൻസ് ക്വിസ് മത്സരത്തിൽ ആദിദേവ് TV എന്നിവർ 1ാം സ്ഥാനം കരസ്ഥമാക്കി. സയൻസ് ക്വിസ് ആദിദേവ് AV 4ാം സ്ഥാനത്ത് എത്തിച്ചേർന്നു. കൃഷിയറിവ് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൃഷിപ്പാട്ട്, ദൃശ്യാവിഷ്കാരം, വിവിധ പാഠഭാഗങ്ങളുടെ ദൃശ്യാവിഷ്കാരം എന്നിവ കുട്ടികൾക്ക് പുതുമയാർന്ന അനുഭവമായിരുന്നു. കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന വേദിയായ വിദ്യാരംഗ കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം കുറുമാത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ശ്രീ മധു പനക്കാട് നിർവഹിച്ചു. അക്ഷരച്ചിറകുകൾ മാഗസിൻ പ്രകാശനം നടത്തി. കഥകളുടെ സുൽത്താൻ സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളുടെ ദൃശ്യാവിഷ്കാരവും പുസ്തക പ്രദർശനവും നടത്തി. ഈ വർഷത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷനിലൂടെ സ്കൂൾ ലീഡറായി അനുരാഗ് EVയെയും ഡെപ്യൂട്ടി ലീഡറായി നശ്വാ ഷെറിനെയും തെരഞ്ഞെടുത്തു. ശതാബ്ദിയുടെ നിറവിൽ എത്തിനിൽക്കുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ സംഘാടക സമിതി യോഗം 14/7/2024 ഞായറാഴ്ച നടന്നു. കുറുമാത്തൂർ ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, വിരമിച്ച പ്രധാന അധ്യാപകർ, രക്ഷിതാക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തന പരിപാടി ആരംഭിച്ചു. കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി VM സീന പരിപാടി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ പിന്തുണയോടുകൂടി നൽകിവരുന്ന ഉച്ചഭക്ഷണം കാര്യക്ഷമമായി നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഓരോ കുട്ടിയുടെയും പ്രകടനത്തെക്കുറിച്ചും അവരുടെ ബലഹീനതകൾ പരിഹരിക്കാനുള്ള വഴികളെക്കുറിച്ചും രക്ഷിതാക്കൾക്ക് അവബോധം നൽകുന്നതിനും അധ്യാപകരുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തേണ്ടതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് ഓരോ മൂല്യനിർണ്ണയത്തിന് ശേഷവും ക്ലാസ് PTA യോഗങ്ങൾ നടന്നുവരുന്നു. ഈ വർഷത്തെ വാർഷിക ജനറൽ ബോഡി യോഗം 23/7/2024 ചൊവ്വാഴ്ച നടന്നു. ശ്രീ ധനേഷ് KP,
PTA പ്രസിഡന്റായും ശ്രീ ഗണേശൻ CK വൈസ് പ്രസിഡന്റായും ശ്രീമതി സൂര്യ സജിത്ത് മദർ PTA പ്രസിഡന്റായും ശ്രീമതി സ്വപ്ന അഖിലേഷ് മദർ PTA വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. PTA MPTA ഭാരവാഹികളായി സുഭാഷ് VV, സുരേഷ് AV, സൂര്യ സജിത്ത്, വികേഷ് VV, ഉമ്മർ ബിനു, അനിൽ CV, ബൈജു P, വിനീത്, ഉണ്ണികൃഷ്ണൻ, സുകന്യ ജയേഷ്, സതീശൻ K, മനോജ് MB, സന്തോഷ് കുമാർ എന്നിവർ PTA ഭാരവാഹികളും റിസ്ബാന, സ്മിത പ്രമോദ്, താജുന്നിസ, ഷാഹിദ, ശ്രീപ്രിയ, ധനുഷ രതീഷ്, അഞ്ജലി, സ്നേഹ രൂപേഷ്, രമ്യ, സുകന്യ, ശരണ്യമോൾ, ഷെരീഫ KP, സബിത KV, സൂര്യ സുഭാഷ്, പ്രജിഷ, വിജിത, തുഷാര, അഞ്ജു സജിത്ത് എന്നിവർ മദർ PTA ഭാരവാഹികളുമാണ്. ശാസ്ത്രപഠനം ആസ്വാദകരമാക്കുന്നതിനായി ഈ വർഷത്തെ ചാന്ദ്രദിനത്തിൽ ചാന്ദ്ര ഗ്യാലറി, റോക്കറ്റ് മാതൃകകളുടെ പ്രദർശനം എന്നിവ സംഘടിപ്പിച്ചു. മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രദർശന പരിപാടി കാണുവാൻ അവസരം നൽകി. യുദ്ധവിരുദ്ധതയ്ക്കെതിരായി പോസ്റ്റർ, മുദ്രാവാക്യം എന്നിവ തയ്യാറാക്കാൻ നിർദ്ദേശിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ 2023-24 അധ്യയന വർഷം പഠനപ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ എത്തിയ വിദ്യാർത്ഥികൾക്ക് എൻഡോവ്മെന്റ് നൽകി. 47 വിദ്യാർത്ഥികളാണ് എൻഡോവ്മെന്റിന് അർഹത നേടിയത്. മധുരമായി പായസവും വിതരണം ചെയ്തു. ഈ വർഷത്തെ ഓണാഘോഷം 13/9/2024 വെള്ളിയാഴ്ച നടന്നു. രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള മത്സര പരിപാടികൾ, പൂക്കള മത്സരം, ഓണസദ്യ എന്നിവ സംഘടിപ്പിച്ചുകൊണ്ട് ഓണം ആഘോഷിച്ചു. ക്ലാസ് തല പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സദ്യ, പലഹാരമേള എന്നിവ സംഘടിപ്പിച്ചു. പഠന പ്രവർത്തനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തുന്ന നമ്മുടെ വിദ്യാലയം ഈ വർഷത്തെ സബ് ജില്ലാതല സോഷ്യൽ സയൻസ് മേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളകളിൽ പങ്കെടുത്ത മുഴുവൻ ഇനങ്ങൾക്കും A ഗ്രേഡ് കരസ്ഥമാക്കി. പ്രവൃത്തി പരിചയമേളയിൽ മെറ്റൽ എൻഗ്രേവിംഗ് UP തലം സബ് ജില്ലാതലത്തിൽ 1ാം സ്ഥാനം നില രഞ്ജിത്തും, മുത്തുകോർക്കൽ LP തലം റിയ C, UP തലം ഋതിക PV എന്നിവർ 1ാം സ്ഥാനം കരസ്ഥമാക്കി. മെറ്റൽ എൻഗ്രേവിംഗ് LP തലം 2ാം സ്ഥാനം ഹൈഫ സാദിഖ് K, വോളിബോൾ നെറ്റ് മേക്കിംഗിൽ UP തലം 2ാം സ്ഥാനം മുഹമ്മദ് ഹനാൻ KP, LP തലം 2ാം സ്ഥാനം ആർഷവ് സജീവ്, ഫയൽ നിർമ്മാണം 2ാം സ്ഥാനം തനൂജ് രാജീവൻ, ചന്ദനത്തിരി നിർമ്മാണം LP തലം 3ാം സ്ഥാനം ദേവാഞ്ജന സജിത്ത്, UP തലം 3ാം സ്ഥാനം തൻബിൻ C, ചോക്ക് നിർമ്മാണം 3ാം സ്ഥാനം UP തലം അനുരാഗ് EV, LP തലം 3ാം സ്ഥാനം ഇഹ്സാൻ CK എന്നീ വിദ്യാർത്ഥികൾ നമ്മുടെ വിദ്യാലയത്തിലെ പ്രതിഭകളാകുന്നു. ഈ വർഷത്തെ സബ് ജില്ലാതല പ്രവൃത്തി പരിചയമേളയിൽ 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളോട് മത്സരിച്ച് നമ്മുടെ വിദ്യാലയത്തിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികൾ UP തലത്തിൽ 2ാം സ്ഥാനവും LP വിഭാഗം 3ാം സ്ഥാനവും നേടി. സബ് ജില്ലാതല കലോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളും A, B എന്നീ ഗ്രേഡുകൾ കരസ്ഥമാക്കി. കഥാരചനയിൽ UP തലത്തിൽ 5ാം ക്ലാസ്സിലെ നശ്വ ഷെറിൻ സബ് ജില്ലാതലത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. കടങ്കഥ മത്സരത്തിൽ LP വിഭാഗത്തിൽ കാർത്തിക് TV 1ാം സ്ഥാനവും, സബ് ജില്ലാതല കായികമേളയിൽ ദിൽഹാൻ സലാഹ് MS 50 മീറ്റർ ഓട്ട മത്സരത്തിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക എന്ന സംഘാടക സമിതിയുടെ തീരുമാനപ്രകാരം വിവിധ ഇടങ്ങളിലായി ഫ്ലാഷ് മോബുകൾ സംഘടിപ്പിച്ചുകൊണ്ട് പ്രചരണം നടത്തി. കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് അവതരിപ്പിച്ച പരിപാടിയിൽ വർദ്ധിച്ച ജനപങ്കാളിത്തം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒക്ടോബർ 30-ാം തീയതി നടന്ന വിളംബര ഘോഷയാത്രയോടുകൂടി 100ാം വാർഷികത്തിന് അരങ്ങുണർന്നു. വൻ ജനാവലിയോടുകൂടി സംഘടിപ്പിച്ച ഘോഷയാത്ര കൂനം ഗ്രാമത്തിൽ ഉത്സവ പ്രതീതി ഉളവാക്കി. അന്നേ ദിവസം പ്രമോദ് വെങ്ങര രൂപകൽപ്പന ചെയ്ത ശതാബ്ദി ലോഗോ പ്രകാശനം കുറുമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി VM സീന നിർവഹിച്ചു. പഞ്ചായത്ത് ജനപ്രതിനിധികളും പരിപാടിയിൽ സംബന്ധിച്ച് വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട്. ഈ വർഷത്തെ ശിശുദിന റാലി ജവഹർലാൽ നെഹ്റുവിന്റെ വേഷം, പാട്ട്, കഥകൾ എന്നിവയോടെ ആഘോഷിച്ചു. 2024 ഡിസംബർ 12-ന് ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. കുറുമാത്തൂർ ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ പരിപാടിയിൽ സംബന്ധിച്ചു. ഉത്സവാന്തരീക്ഷത്തിൽ നടത്തിയ പരിപാടിയിൽ അധീന മയിൽ അവതരിപ്പിച്ച നാടൻപാട്ട് നല്ല അനുഭവമായി തീർന്നു. ശ്രീ CV പ്രഭാകരൻ എഴുതിയ വരികൾക്ക് ശ്രീ പ്രമോദ് പൂമംഗലം സംഗീതം പകർന്നുകൊണ്ട് ആലപിച്ച സ്വാഗത ഗാനത്തോടു കൂടിയാണ് പരിപാടി ആരംഭിച്ചത്. ശതാബ്ദി ലോഗോ
രൂപകൽപ്പന ചെയ്ത ശ്രീ പ്രമോദ് വെങ്ങരയെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ഡിസംബർ 20 മുതൽ 26 വരെ സർ സെയ്ദ് കോളേജിന്റെ നേതൃത്വത്തിൽ സപ്തദിന ക്യാമ്പ് വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു. കുഞ്ഞോർമ്മകളുടെ തിളങ്ങുന്ന മുത്തുകൾ ഒന്നിച്ചു പെറുക്കിയെടുക്കാനുള്ള സുവർണ അവസരമായിരുന്നു ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം. ആൽമരത്തണലിൽ ഇത്തിരി നേരം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വെച്ച് പൂർവ്വ അധ്യാപകരെയും 80 വയസ്സിനു മുകളിൽ പ്രായമുള്ള പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരനും അധ്യാപകനുമായ ശ്രീ ജിനേഷ് കുമാർ മുഖ്യ അതിഥിയായിരുന്നു. വസന്തകാലത്തേക്കുള്ള മടക്കയാത്രയായിരുന്നു പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം. കുഞ്ഞോർമ്മകൾ പങ്കുവയ്ക്കാനെത്തിയത് ഹൃദ്യമായ അനുഭവമായി മാറി. ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സരാഘോഷം പരസ്പരം സമ്മാനങ്ങൾ കൈമാറിയും കേക്ക് മുറിച്ചുകൊണ്ടും ആഘോഷിച്ചു. ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കൊണ്ട് സംഘടിപ്പിച്ച മറ്റൊരു പരിപാടിയായിരുന്നു MVR ആയുർവേദ മെഡിക്കൽ കോളേജും കൂനം ALP സ്കൂളും സംയുക്തമായി ചേർന്നുകൊണ്ട് സംഘടിപ്പിച്ച എക്സ്പോ 2025. കുട്ടികളുടെ ഉൽപ്പന്ന പ്രദർശനവും കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും ശാസ്ത്രലോകത്തേക്കൊരു എത്തിനോട്ടം എന്ന രീതിയിൽ കുട്ടികൾ ഒരുക്കിയിട്ടുള്ള പരീക്ഷണങ്ങളും പലഹാരമേളയും അതുപോലെ MVR ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ നടന്ന അനാട്ടമി പ്രദർശനവും വർദ്ധിച്ച ജനപങ്കാളിത്തത്തോടെ വിദ്യാലയത്തിൽ സംഘടിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കുമായി ഡോക്ടർ അനുപ്രിയ കെ കുട്ടികളുടെ ആരോഗ്യം ആയുർവേദത്തിന്റെ പങ്ക് എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഇതിനും അതീവ വാർത്താ പ്രാധാന്യം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പഠനോത്സവത്തോടനുബന്ധിച്ച് നടന്ന റീൽസ് മത്സരത്തിൽ നമ്മുടെ വിദ്യാലയത്തിന്റെ റീൽസിന് ജില്ലാതലത്തിൽ അംഗീകാരം ലഭിച്ചു. നാട്ടുകാരും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് അവതരിപ്പിച്ച കലാസന്ധ്യ ശതാബ്ദി ആഘോഷത്തിന് നിറം പകർന്ന മറ്റൊരു പരിപാടിയായിരുന്നു. ആ ചടങ്ങിൽ വെച്ച് വനിതാ സംഗമവും നടക്കുകയുണ്ടായി. ഉദ്ഘാടനം നിർവഹിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CM കൃഷ്ണൻ അവർകളായിരുന്നു. മുഖ്യാതിഥിയായി ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ശ്രീ രാധാകൃഷ്ണൻ മാണിക്കോത്ത് എത്തിച്ചേർന്നു. ചടങ്ങിൽ വെച്ച് മികച്ച ശുചിത്വ പഞ്ചായത്തായി തിരഞ്ഞെടുത്ത കുറുമാത്തൂർ പഞ്ചായത്തിനെയും മികച്ച CDSനെയും ആദരിച്ചു. ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചുള്ള സപ്ലിമെന്റ് പ്രകാശന കർമ്മവും അന്നേ ദിവസം നടന്നു. പഠനയാത്രയും അക്കാദമിക പഠനത്തിന്റെ ഭാഗമാണ്. ഈ വർഷത്തെ പഠനയാത്ര 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ വയനാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലേക്കും LKG മുതൽ 3ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ പയ്യാമ്പലം ഡിസ്നി വേവ്സിലേക്കും പഠനയാത്രയ്ക്കായി കൊണ്ടുപോയി. ആസ്വാദകരമായ അനുഭവമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വർഷത്തെ മികവാർന്ന പ്രവർത്തനമായി നടത്തിയിട്ടുള്ളത് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. ഇതോടനുബന്ധിച്ച് നടന്ന പ്രവർത്തന പരിപാടികളായിരുന്നു ജസ്റ്റ് സ്പീക്ക്, കേഴ്സീവ് റൈറ്റിംഗ്, സ്റ്റോറി ടെല്ലിംഗ്, ഇംഗ്ലീഷ് ന്യൂസ് റീഡിംഗ്, ഇംഗ്ലീഷ് റീഡിംഗ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള അധിക വായന എന്നിവ. പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ട് ഒരു ദിവസം 1 രൂപ സമാഹരിച്ച് 3ാം ക്ലാസ് വിദ്യാർത്ഥികൾ കാരുണ്യ പ്രവർത്തനത്തിന്റെയും ഭാഗമായി. അൽ മാഹിർ സ്കോളർഷിപ്പ് സബ് ജില്ലാ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് ഹാദിയ മുസ്തഫയും ഇഹ്സാനും. പരസ്പര സാഹോദര്യവും സൗഹാർദ്ദവും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ പരിപാടിയായിരുന്നു ഇഫ്താർ സന്ദേശവും ഇഫ്താർ കിറ്റ് വിതരണവും. ശ്രീ അബ്ദുൽ ഹക്കീം സഖാഫി പരിപാടിയിൽ ഇഫ്താർ സന്ദേശം നൽകിക്കൊണ്ട് സംസാരിച്ചു. വാർഡ് മെമ്പർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ അക്കാദമിക നിലവാരം, അച്ചടക്കം ഇവയിൽ വ്യക്തമായ പുരോഗതിയുണ്ട്. ഇനിയും ഉയർന്ന നിലവാരവും പ്രശസ്തിയുമുള്ള ഒരു വിദ്യാലയമായി ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഇനിയും കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. സ്കൂളിന്റെ എല്ലാ മേഖലകളിലും മാനേജ്മെന്റ്, അധ്യാപകർ, രക്ഷിതാക്കൾ, നാട്ടുകാർ, ജനപ്രതിനിധികൾ ഇവരുടെയൊക്കെ നിർലോഭമായ പിന്തുണ ഉണ്ടായിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അഭ്യുദയകാംക്ഷികൾ എല്ലായ്പ്പോഴും വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിയിട്ടുണ്ട്. സ്കൂളിനെ സഹായിക്കാൻ അവർ ചെയ്ത എല്ലാത്തിനും നന്ദി പറയുമ്പോൾ വരും വർഷങ്ങളിലും അവരുടെ സഹകരണം തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമായി രേഖപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു.